ഞാനൊരു ഫോൺ ചെയ്തു, അപ്പോൾ ലാൽ സാർ എടുത്തില്ല, മമ്മൂക്ക എടുത്തില്ല. അപ്പം നമ്മുടെ ഒരു സീക്വൻസ് ഒരു 6-7 ദിവസം അടുപ്പിച്ച് മഴ വേണം. അപ്പം അത് ചിലപ്പോൾ വേറെ ആൾ ഈ മഴ അല്ല ഈ എൻ്റെ ഈ ഇത് റെഡി ആയിട്ട് എടുക്കാം എന്ന് ചിലപ്പോൾ പറഞ്ഞേക്കാം. പക്ഷെ സാറ് പക്ഷേ ആദ്യ ദിവസം ഷൂട്ടിങ് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു പിള്ളേരൊന്നും കാണാൻ പറ്റുമെന്ന് വിചാരിക്കണ്ട. എന്ന് വെച്ചാൽ അത് ഏത് സമയം വേണമെങ്കിലും നമ്മൾ അറ്റാക്ക് ചെയ്യാം, നമുക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല ലൈഫിന്. ഞാൻ പെട്ടെന്ന് അവനെന്ന് പറഞ്ഞ അവനെ വിളിക്കാൻ വേണ്ടി പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ ലാൽ സാർ നമ്പറിലേക്ക് പോയി. അപ്പോൾ സാർ ചോദിച്ചു, എന്താ വിളിച്ച ഷാജി, പെട്ടെന്ന് പറയാം, ഞാൻ ഇപ്പോൾ ഫ്ലൈറ്റിൽ കയറും. ഞാൻ സാറിനെ ശരിക്കും വിളിച്ചതേ അല്ല, പക്ഷേ സാറ് എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് 100-ൽ കൂടുതൽ സിനിമ ചെയ്ത ഒരു ക്യാമറമാൻ സ്വന്തമായിട്ടൊരു പടം ഡയറക്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ 5-ാമത്തെ 6-ാമത്തെ വരുന്ന ഒരു ശിഷ്യനെ വെച്ചിട്ടാണ് ആ പടം ക്യാമറ ചെയ്യിക്കുന്നത്. അത് തന്നെ അതിൽ കൂടുതലൊരു അംഗീകാരം സാർ എനിക്കൊന്നും തരാനില്ല. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സിർ അമൃത് വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. സംവിധായകൻ്റെ കണ്ണാണ് ക്യാമറമാൻ എന്ന് പറയാറുണ്ടെന്നല്ല, അതാണ് എൻ്റെ സത്യം. സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ അതൊരു കാഴ്ചയുടെ കലയാണ്, അല്ലെങ്കിൽ അലങ്കാരമാണ്. അതൊരുക്കുന്നത് നമ്മുടെ ഛായാഗ്രാഹകരാണ്, ക്യാമറമാന്മാർ. അങ്ങനെ പ്രതിഭാധനനായ ഒരു ക്യാമറമാനാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്, ഷാജി കുമാർ. ആത്മസുഹൃത്തു കൂടിയായ ഷാജിക്ക് സ്വാഗതം. തുടരുമെന്ന് പറയുന്ന പടത്തിൻ്റെ തിരക്കുകളിലാണ് അല്ലേ? അതെ. തരൺമൂർത്തിയുടെ സിനിമ ലാലേട്ടനോടൊപ്പം വീണ്ടും. ഏറ്റവും ഞങ്ങളോട് പങ്കുവെക്കാവുന്ന ഏറ്റവും പുതിയ വിശേഷങ്ങൾ, പലതും ഒളിച്ചു വെക്കുന്ന സംഭവമാണ്, പ്രകൃതക്കാരനുമാണെന്ന് എനിക്കറിയാം. എങ്കിലും എന്തൊക്കെയാണ് ഞങ്ങൾക്ക് തുടരുമെന്നതിനെ കുറിച്ച് പറയാവുന്ന കാര്യം? ഇല്ല, സിനിമ നമ്മൾ റിലീസ് വരെ കുറേ കാര്യങ്ങൾ ഹൈഡ് ചെയ്യുമല്ലോ, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് ഒരു ദുരൂഹതയൊന്നുമില്ല, ഒരു ദുരൂഹതയില്ല. പിന്നെ അതിന് എന്തൊക്കെയാണ് ഹൈഡ് ചെയ്യേണ്ടത്, ആ ഒരു ഇത് മാത്രമേ നമ്മൾ ഹൈഡ് ചെയ്യുന്നുള്ളൂ. വേറെ ഇപ്പം നമ്മൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ലാൽ സാറിൽ നിന്ന് കാണാൻ പ്രേക്ഷകൻ പ്രതീക്ഷിക്കുന്ന അത്തരം ഒരു കഥ പറച്ചിലും, അപ്പോൾ അതിനകത്ത് ശോഭന വരുന്നു, അല്ലെ അങ്ങനെ ഒരു കോമ്പിനേഷൻ ആൾക്കാർ പ്രതീക്ഷിക്കുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. പിന്നെ തരൺമൂർത്തി എന്ന് പറയുമ്പോൾ തരൺമൂർത്തി ഒരു ഇതിനു മുമ്പ് 2 സിനിമകൾ ചെയ്ത, ഇപ്പം 3-ാമത്തെ സിനിമ ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ വളരെ അതെ അത് നാഷണൽ അവാർഡ് അയാൾക്ക് കിട്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഡയറക്ടർ, പുതിയൊരു ഡയറക്ടേഴ്സിൻ്റെ കൂടെ നമ്മൾ അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ സീനിയറാണ്. ആ സീനിയേഴ്സ് അവരോട് വർക്ക് ചെയ്യുമ്പോൾ ശരിക്കും ചോദ്യങ്ങൾ അവരോടാണ് ചോദിക്കേണ്ടത്. കാര്യം എന്ന് വെച്ചാൽ അവർക്ക് എങ്ങനെയായിരുന്നു, കംഫർട്ടായിരുന്നോ, എന്തായിരുന്നു ഒരു പ്ലസ്, എന്താണ് മൈനസ്, അതൊക്കെ കേൾക്കണമെങ്കിൽ അവരിൽ നിന്ന് കേൾക്കണം. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള അങ്ങനെ വളരെ ഒരു കാഴ്ചപ്പാടുള്ള, വ്യക്തമായിട്ട് ധാരണയുള്ള, ഈ സിനിമ എൻ്റെ സിനിമ എങ്ങനെ ഇരിക്കണം എന്ന് പൂർണ്ണമായി രൂപം മനസ്സിലുണ്ട് വരുന്ന ഡയറക്ടേഴ്സാണ് കൂടുതലിപ്പോൾ. അങ്ങനെയുള്ള ഒരാളുടെ കൂടെയാണ് ഇപ്പോൾ എനിക്ക് അവസാനം വർക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പം നമുക്കും അവരിൽ നിന്ന് പലതും പഠിക്കാൻ പറ്റും. നമ്മളിൽ നിന്നും അവർക്ക് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഒഴിവാക്കാം. എന്തായാലും തരൺമൂർത്തി ഡിസ്കസ് ചെയ്യാറുണ്ടല്ലോ അങ്ങോട്ട്? തീർച്ചയായിട്ടും. തരൺമൂർത്തി അങ്ങനെ ഒരു ഇന്നതാണ് അല്ലെങ്കിൽ അങ്ങനെ വേണം ഇതല്ല, ഏത് നല്ലതോ അതിലേക്ക്, ഇപ്പോൾ ലാൽ സാറിനോട് പറയുമ്പോഴായാലും നമ്മുടെ അടുത്ത് പറയുമ്പോഴാണെങ്കിലും എല്ലാം അങ്ങനെ തന്നെ. പിന്നെ ലാൽ സാറിനെ പോലെ ഒരു ഇത്രയും സീനിയറായിട്ടുള്ള, അത്രയും ലെജൻഡായിട്ടുള്ള ഒരു ആക്ടറെ കൈ കിട്ടുമ്പോൾ അതെങ്ങനെ യൂസ് ചെയ്യുന്നൊരു പതറാതെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്ലാരിറ്റി, എന്താണ് എനിക്ക് വേണ്ടത്, ഈ സിനിമയിൽ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റണമല്ലോ. അത്തരം പറ്റുന്ന ഒരു ഡയറക്ടറിൽ ഒരാളാണ് തരൺമൂർത്തി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മലയാളികളുടെയൊക്കെ മനസ്സിൽ ഇന്നും ഒരു സ്വപ്ന ജോഡികളാണ് മോഹൻലാൽ ശോഭന കോമ്പിനേഷൻ. ക്യാമറയ്ക്ക് പിറകിൽ നിന്ന് ഇവരെ കാണുമ്പോൾ എന്താണ് ക്യാമറാമാൻ്റെ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? ഇല്ല, ലാൽ സാറിൻ്റെ കൂടെ ഞാൻ ഇതിനു മുമ്പ് ഒത്തിരി പടങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ശോഭന മാമിൻ്റെ കൂടെ ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയതിനു ശേഷം ആദ്യമായിട്ട് വർക്ക് ചെയ്തത് ഞാൻ. അല്ലാതെ വിപിൻ സാറിൻ്റെ കൂടെ ആയിരുന്നു ഇപ്പോൾ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ക്ലാരിറ്റി, നമ്മുടെ ഒരു ഫേസ് ഒന്നും അവരുടെ ഓർമ്മയിൽ ഉണ്ടാവില്ല, എവിടെയോ കണ്ടു മറഞ്ഞ ഒരു ഫേസ്. പക്ഷേ ഇപ്പോഴാണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു ജോഡി അതിൻ്റെ മേൽ പ്രവർത്തിക്കാൻ എനിക്ക് പറ്റിയത്. എന്താണ് റിലീസിനെ സംബന്ധിച്ച് തുറന്നു പറയാൻ പറ്റുമോ? റിലീസ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ പ്രൊഡ്യൂസറായിട്ട് സംസാരിക്കും ഏപ്രിലായിരിക്കും, എമ്പുരാൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും എന്നാണ് ഇപ്പം നമുക്കുള്ള അറിവ്. ബാക്കിയുള്ള കാര്യങ്ങൾ
ഉണ്ടാവും. സ്ട്രോബെറി, മാംഗോ, മിക്സ്ഡ് ഫ്രൂട്ട്, പൈനാപ്പിൾ എന്നീ രുചികളിൽ ഹാപ്പി ജാംസ്. നമ്മളെപ്പോഴും കേട്ടുള്ളത് ഈ ക്യാമറയ്ക്ക് പിറകിലെ മജീഷ്യനാണ് മോഹൻലാൽ, അല്ലേ? അങ്ങനെ എന്തെങ്കിലും മാജിക്കുകൾ തുടരുമെന്ന് പറയുന്ന സിനിമയിലുണ്ട് എന്തെങ്കിലും ഒരു മാജിക് അനുഭവങ്ങൾ ഓർമ്മയുണ്ടോ? ഇല്ല, ലാൽ സാറിനെ നമ്മൾ പല സിനിമകളിൽ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യാത്തതും വർക്ക് ചെയ്തതായിട്ടുള്ള സിനിമകളിൽ ഒരുപാട് മാജിക്കുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് സ്ക്രീനിൽ. അത്തരം മാജിക്കുകൾ എന്താണ് സാറ് പ്രവർത്തിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് റിയാക്ട് ചെയ്യാൻ പോണതെന്ന് നമുക്കൊരിക്കലും നേരത്തെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അത് അദ്ദേഹത്തിൻ്റെതായ ഒരു രീതിയാണ്, അൺപ്രഡിക്റ്റബിൾ ആക്ടർ. അതെ. അപ്പോൾ അത് ചിലപ്പോൾ മനസ്സിലുണ്ടാവാം എന്താണ് ഞാൻ ചെയ്യുന്നുള്ള ധാരണയില്ലാണ്ട് ആർക്കും ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ സാറിന് അങ്ങനെ ഈ ക്യാരക്ടർ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ഷൺമുഖൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറാണ് സാർ ചെയ്യുന്നത്. ആ ഷൺമുഖൻ എവിടം വരെ പോവാം, എവിടം വരെ നിൽക്കാം, ഏതാണ് അതിൻ്റെ അതിർവരമ്പ് എന്നുള്ളതൊക്കെ സാറിന് വ്യക്തമായിട്ട് അറിയാം. അതിന്നാണല്ലോ ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്തായിരിക്കും ഈ സമയത്ത് എന്തായിരിക്കും വരാൻ പോകണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും നമ്മളെന്തായാലും നിരാശപ്പെടുത്തില്ലല്ലോ. എന്തായാലും പ്രേക്ഷകരെ നിരാശപ്പെടുത്തില്ല. ശരിക്കും അദ്ദേഹം ഒരു ടാക്സി ഡ്രൈവർ തന്നെ. അതെ, അത് ഞങ്ങൾക്ക് എല്ലാവരും ആട്ടോ ഡ്രൈവർ എന്നൊക്കെ പറഞ്ഞ ആരും കൺഫ്യൂഷൻ ഉണ്ടായി. ഇപ്പം എന്തായാലും ടാക്സി ഡ്രൈവറാണ്. അത് എല്ലാവർക്കും ക്ലിയർ ആയി. എന്തെങ്കിലും ഈ ഇതിനകത്ത് കണ്ട ഏതെങ്കിലും ഒരു അനുഭവം ഓർക്കുന്നുണ്ടോ തുടരും എന്ന് പറയുന്ന പർട്ടിക്കുലർ സിനിമയെ സംബന്ധിച്ച്? അല്ല, ഞാൻ പറയുന്നത് ഇപ്പോൾ സാറിൻ്റെ ഒരു ഫിസിക്കൽ കണ്ടീഷൻ, ഇപ്പോൾ ഒരു ഫീവർ ഇരുന്നൊരു സമയം ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഒരു സീക്വൻസ് ഒരു 6-7 ദിവസം അടുപ്പിച്ച് മഴ വേണം. അപ്പം അത് ചിലപ്പോൾ വേറെ ആൾ ഈ മഴ അല്ല എൻ്റെ ഇത് റെഡി ആയിട്ട് എടുക്കാം എന്ന് ചിലപ്പോൾ പറഞ്ഞേക്കാം. പക്ഷെ സാറ് ഇല്ല, ചെയ്യാം, നമുക്ക് കുഴപ്പമില്ല. നമ്മൾ വേണ്ടാന്ന് പറയണമെന്നുണ്ടായെങ്കിലും അത് പക്ഷേ പ്രകടിപ്പിച്ചിട്ടില്ല. നമുക്ക് ആ സമയത്ത് സിറ്റുവേഷനിൽ നമുക്ക് പിന്നെ അങ്ങോട്ടുള്ള ഡേറ്റുകളില്ല. അത്തരം പ്രശ്നങ്ങളിൽ നമ്മളും വിഷമത്തോടെ അതിന് സഹകരിക്കേ പറ്റുള്ളൂ. സഹകരിക്കുന്ന അപൂർവം, അല്ലേ? അങ്ങനെ സഹകരിക്കാൻ വേണമെങ്കിൽ സാറിന് പറയാമല്ലോ. സാറിന് ഒരു പ്രശ്നം വെച്ചിട്ട് ഇല്ല ഇനി 10 ദിവസത്തേക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹം ബാക്കിയുള്ളവരുടെ, അതായത് പ്രൊഡ്യൂസറുടെ അല്ലെങ്കിൽ ആ ഒരു ക്രൂവിൻ്റെ അല്ലെങ്കിൽ കൂടെ അഭിനയിക്കുന്ന ആൾക്കാരുടെ അവരുടെ കംഫർട്ടിന് വേണ്ടിയിട്ടാണ് അത്തരം കാര്യങ്ങൾക്ക് റെഡിയാവുന്നത്. അത് ഇപ്പോഴല്ല, എല്ലാ സിനിമയ്ക്കും അങ്ങനെ തന്നെയായിരിക്കും. മോഹൻലാലിൻ്റെ ഒപ്പം ആദ്യം വർക്ക് ചെയ്യുന്ന പടം നരനാണ്. അതെ, ജോഷി സാറിൻ്റെ പടം. ഞാൻ ആ ലൊക്കേഷൻ കവർ ചെയ്യാൻ വന്നിട്ടുണ്ട്. ഒരുപാട് അനുഭവങ്ങളും ഒക്കെ ഉണ്ട് അതിനകത്ത്. അപ്പം അതുവരെയും ആദ്യമായിട്ടാണ് അത്. അതിന് മുമ്പ് ലാലേട്ടനെ കണ്ടിട്ടുണ്ടാവും, അല്ലേ? കണ്ടിട്ടുണ്ട്. ഒരു ആദ്യമായിട്ടൊരു ക്യാമറ വെക്കുന്നത് ഇപ്പോഴും എന്തായാലും ഷാജികുമാറിൻ്റെ മനസ്സിൽ നിന്ന് പോകാൻ വഴിയില്ല. ആദ്യത്തെ ഷോട്ട് ഏതായിരുന്നു അദ്ദേഹത്തിന് മുന്നിൽ വെക്കുന്നത്? അല്ലേ, ഫസ്റ്റ് തുടക്ക ഷോട്ട് എനിക്ക് തോന്നണു മറ്റേ മണിമുള്ള ചേട്ടൻ്റെ അവിടെ സൈക്കിളിൽ ഇങ്ങനെ വരുന്നൊരു സീക്വൻസ് ആയിരുന്നു. നമ്മൾ ആ സീക്വൻസ് ആദ്യം ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതിലുള്ള ഏതോ ഒരു ഇതാണ്. പിന്നെ അതുവരെ ഇപ്പോൾ നമ്മൾ ലാൽ സാറിനെ നമ്മൾ കണ്ടിട്ടുണ്ട്, ചോറ്റാനിക്കര വെച്ചൊരു ദിവസം കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഷൂട്ടിംഗ് സ്ഥലത്ത് കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് ഞാൻ ആരാന്നോ എൻ്റെ പേരോ ഒന്നും അറിയില്ല. ആ സിനിമയ്ക്കാണല്ലോ ആദ്യമായിട്ട് ഷാജി എന്ന് വിളിക്കുന്നത്. ആ വിളി ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. പിന്നെ ലാൽ സാറിൻ്റെ സിനിമ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ആ സിനിമ വരുന്നത്. അതിന് കാരണക്കാരൻ ആൻ്റണി പെരുമ്പാവൂരാണ്. ആൻ്റണി എൻ്റെ നാട്ടുകാരനാണ്. അപ്പോൾ ആൻ്റണിയാണ് ഇങ്ങനെ ഒരു സിനിമ നമ്മൾ ചെയ്യുന്നുണ്ട്, ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു ജോഷ് സാറിനോട്. ജോഷ് സാറിൻ്റെ അടുത്ത് ആയതുകൊണ്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ആൻ്റണി അതിൻ്റെ 100% പുള്ളി അതിനു വേണ്ടി ശ്രമിക്കുകയും ശരിക്കും എന്നെ അതിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ആൻ്റണിക്കാണ്. പിന്നെ സാറ് സമ്മതിക്കണമല്ലോ, അതും ആൻ്റണി തന്നെ ഏറ്റെടുത്തു. അങ്ങനെയാണ്. അപ്പോൾ അതുവരെ എന്നെ സാറിന് അറിയില്ല, സാറിന് പറയാൻ പറ്റില്ല. പക്ഷേ ആൻ്റണി ഒറ്റ ആളാണ് നരൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ ക്യാമറമാനായിട്ട് വരുന്നത്. വന്നതിന് ശേഷമുള്ള ജോഷ് സാറിനെ പരിചയപ്പെടുന്നതും പിന്നെ അങ്ങോട്ടപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത്രയും പുതിയൊരു അല്ലെങ്കിൽ ആ വന്ന ഇടക്കാലം കൊണ്ട് ഇങ്ങനെ ഒരു ക്യാമറമാനും ജോഷ് സാർ വർക്ക് ചെയ്തിട്ടില്ല. എല്ലാം എക്സ്പീരിയൻസ് ആയിട്ടുള്ള. പിന്നെ പുതിയൊരാൾ വന്നാൽ എന്തായിരിക്കും, ഇവർ തമ്മിൽ സിങ്ക് ആവുമോ, ഇവർ മുന്നോട്ട് പോകുമോ, എത്ര ദിവസം പോവും എന്നൊക്കെ ഉള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ ദൈവാദിനം കൊണ്ട് അങ്ങനെയൊന്നും പ്രശ്നമില്ല. സാറിൻ്റെ അടുപ്പിച്ചുള്ള പടങ്ങൾ പിന്നെ ചെയ്യാൻ പറ്റി. 4-5 പടങ്ങൾ ചെയ്തു. അതെ, അങ്ങോട്ട് ചെയ്യുന്നത് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിലുള്ളൊരു വിശ്വാസമാണ് സാറിൽ. സാറിങ്ങനെ നമ്മളെ ഷാജി ആണെങ്കിൽ ഓക്കെ എന്ന് പറയണമല്ലോ. നരൻ കഴിഞ്ഞ പോലെ അതുപോലെ തന്നെ അതിൻ്റെ ഒരു മീറ്റ് ഉണ്ടായിരുന്നു ശരിക്കും, അണ്ടർ വാട്ടറും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അന്ന് സാറ് എൻ്റെ അടുത്ത് പറഞ്ഞ് ലാല് പോകുന്നുണ്ട്, നീയാണ് കൂടെ പോകേണ്ടത്. മധു സാറുണ്ടായിരുന്നു. അപ്പോൾ നീ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പോകണ്ട, അല്ലല്ല നീ പോയാൽ മതി എന്ന്. അപ്പം അതൊരു സാറ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ലൊക്കേഷൻ കാണാൻ ഏത് സിനിമയ്ക്കാണെങ്കിലും സാറ് നിങ്ങളാദ്യം കാണ്, എന്നിട്ട് ഞാൻ അതിലേക്ക് അഡ്ജസ്റ്റ് ആവും. അത്രയും
ഒരു ടെക്നീഷ്യനെയോ അല്ലെങ്കിൽ ഒരു റൈറ്ററോ അല്ലെങ്കിൽ ഏത് വകുപ്പിലുള്ള ഏത് മെയിൻ ടെക്നീഷ്യനെയല്ല എല്ലാവരെയും ഒരേപോലെ ബഹുമാനിക്കുന്ന ഒരാളാണ്. ഇത്രയും ഡെപ്തായിട്ട്, അതായത് സാർ ഇത്രയും പടങ്ങൾ ചെയ്തിട്ടുണ്ട്, സാറിന് എൻ്റെ ആവശ്യമില്ല എന്നാൽ പോലും ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ലാൽ സാറിനോടൊപ്പം നമുക്ക് ജോയ് സാറ് സപ്പോർട്ടുണ്ട്, ആൻ്റണി സപ്പോർട്ടുണ്ട്. അപ്പോൾ സാറിൻ്റെ അടുത്തേക്ക് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റി. പിന്നെ ഇങ്ങോട്ടുള്ള ട്രാവലിൽ വളരെ, അതായത് ഏതെങ്കിലും ഇത്തരം, അതായത് എന്തെങ്കിലും കോംപ്ലിക്കേഷനുള്ള പടങ്ങളിൽ യാദർശ്യമായിട്ട് ഇതല്ലാതെ ഞങ്ങൾ വന്ന് പെടാറുണ്ട്. അപ്പോൾ സാറേ ഇതുമായിട്ടാണല്ലോ വന്നേക്കണമെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊരു അനുഗ്രഹമാണ്. അതെ, തീർച്ചയായിട്ടും. അങ്ങനെ നമുക്കൊരു, ഞാൻ പറയുന്നത് നമ്മുടെ പേര് അവരൊക്കെ നമ്മളൊരിക്കലും സ്ക്രീനിൽ കണ്ടിട്ട് അല്ലെങ്കിൽ ദൂരെ നിന്ന് കണ്ടിട്ടൊരാൾ നമ്മുടെ പേര് പറഞ്ഞ് വിളിക്കുക, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്ത പുണ്യമൊന്നുമല്ല. ഞാൻ പറഞ്ഞു വെച്ചാൽ എന്തോ ബ്ലെസ്സിങ് നമുക്കുണ്ട്. അവിടെ വളരെ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു ശരിക്കും. അതെ, ഈ നരൻ്റെ ഷൂട്ടിങ് അതിലേതെങ്കിലും പങ്കുവെക്കാവുന്ന ഒരു ഓർമ്മകൾ ഇപ്പോഴും ഉണ്ടാവും? അല്ല, അത് ഏറ്റവും പങ്കുവയ്ക്കാവുന്ന വെള്ളത്തിലുള്ള സാറിൻ്റെ ഒകനക്കലിലുള്ള പോർഷൻസാണ്. ആ സാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് പ്രോപ്പർ ഒരു നമ്മളതിൻ്റെ ഒരു തയ്യാറെടുപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. പെട്ടെന്ന് ഡാം തുറന്നേക്കണ്, നമ്മളത് ഷൂട്ട് ചെയ്യണം, അതിൻ്റെ ഒരു ഇപ്പോൾ ഉള്ള ഒരു ഫെസിലിറ്റി അന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മളത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റിസ്ക് ഇന്നത്തേനേക്കാളും 10 മടങ്ങ് കൂടുതലായിരുന്നു. അതിലിറങ്ങാനും നമ്മളെ കൂടെ നിൽക്കാനും. രാവിലെ 6 മണിക്ക് ഇറങ്ങുന്ന ആൾ വൈകിട്ട് 6 മണി വരെ വെള്ളത്തിൽ നനഞ്ഞ് നിന്നിട്ടാണ് ഭക്ഷണം കഴിക്കണേക്കാളും നിങ്ങൾ നിന്നാണ് കഴിക്കുന്നത്, ഒരിക്കലും ഇരിക്കാറില്ല. 5:30 മണിയൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ആൻ്റണി വരും, ഇനിയെങ്കിലും സാറിനെ കയറ്റിക്കൂടെ എന്ന് ചോദിക്കുക. അല്ല, സാറ് കയറണ്ടേന്ന് പറയും. അത്രയും ആൻ്റണിക്കാണ് ടെൻഷൻ. ആൻ്റണി പറയും ഒരിക്കലും അല്ല ഇത്രയും നേരം നിർത്തല്ലേ, കയറ്റുപുള്ളിയെ എന്ന് പറയും. പക്ഷെ നമ്മൾ പറഞ്ഞാലും സാറ് പറയില്ല, ഇത്തിരി കൂടി ഇരുട്ടാനുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അന്ന് നമുക്കുള്ള ധൈര്യമാണ്. സാറ് ഇറങ്ങുമ്പോൾ പിന്നെ എല്ലാവരും ഇറങ്ങിയല്ലേ പറ്റുള്ളൂ, യൂണിറ്റ് ആയാലും. അപ്പോൾ അവരൊക്കെ ഒരു എന്ന് വെച്ചാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും കൂട്ടായ്മയും അത്രയും റിസ്ക്കുമാണ് അതിനകത്ത്. എന്തൊക്കെയാണ് നമുക്ക് സംഭവിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് മാത്രം ഡേഞ്ചറായിട്ടുള്ളൊരു ഷൂട്ടിങ്ങിൻ്റെ സമയങ്ങളാണ് ആ ഒകനക്കൽ ഏരിയ. ധാരാളം ലാലേട്ടനോടൊപ്പം ചെയ്തു. ഇപ്പോൾ ബാബ കല്യാണി ഉണ്ട്, റെഡ് ചില്ലീസ് ഉണ്ട്, ഈവൻ നമ്മുടെ ഒടിയനൊക്കെ അതിൻ്റെ വേറൊരു തരത്തിലുള്ള ഒരു ഇതാണ്. അപ്പോൾ ഇങ്ങനെ സിനിമകൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്മൾ ചിലപ്പോഴും ഈ ക്യാമറയ്ക്ക് മുന്നിൽ ഇങ്ങനെ സ്തബ്ധരായി നിൽക്കുന്ന ഏതെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എപ്പോഴും ഒരു സാങ്കേതികത്വം ഉണ്ട് എല്ലാം അതിലാണെങ്കിലും തന്നെയും ചിലരൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അദ്ദേഹത്തെ ഇങ്ങനെ അഭിനയിക്കുന്ന കാണുമ്പോൾ അങ്ങനെ വെറുതെ കണ്ടു നിന്ന് പോകുമെന്ന് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അല്ല, നമുക്ക് എപ്പോഴും ഓരോ സിനിമകൾ ചെല്ലുമ്പോഴും ഒരു പുതിയ ഒരു ഇതായിട്ടാണ് എനിക്കെല്ലാ സിനിമയും പേടി തന്നെയാണ്. ഞാനല്ലാണ്ട് ഈ ക്യാമറ എനിക്കറിയാം, അല്ലെങ്കിൽ ലൈറ്റ് എനിക്കറിയാം, അല്ലെങ്കിൽ ലൊക്കേഷൻ എനിക്കറിയാം, അല്ലെങ്കിൽ ഇതിൻ്റെ കഥ നമ്മൾ കേട്ടതാണ്. ഇതെല്ലാം ഇതാണെങ്കിലും നമ്മൾ ഷൂട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ ഓരോ ദിവസവും നമ്മൾ ടെൻഷനായിട്ട് തന്നെ ചെല്ലുന്നത്. ആ ഓരോ ദിവസവും എന്തുവേണ്ടി സംഭവിക്കാമല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും സംഭവിക്കാതെ, പിന്നെ ഇപ്പോൾ ഇന്ന് അഭിനയിക്കാൻ വരുന്ന ലാൽ സാറാണ് അല്ലെങ്കിൽ വേറെ ആർട്ടിസ്റ്റാണ്, അന്ന് വരുമ്പോൾ അവരെന്തായിരിക്കും പെർഫോം ചെയ്യുന്നത്, അവരെങ്ങനെയായിരിക്കും നമ്മൾ ഈ സിനിമ വായിക്കുമ്പോൾ അല്ലെങ്കിൽ സീൻ വായിക്കുമ്പോൾ നമുക്കൊരു മനസ്സിലൊരു ഐഡിയ തോന്നും. പക്ഷേ അതിനെല്ലാം ഡിഫറൻ്റ് ആയിട്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. അതാണ് നമ്മളറിയാതെ അത് തന്നെ ശ്രദ്ധിച്ച് നിന്ന് പോകുന്നത്. അതുകൊണ്ടാണ് അതൊരു മാജിക്ക് തന്നെയാണ്. ലാൽ സാറായാലും മമ്മൂക്കയായാലും അങ്ങനെ തന്നെ നമ്മളെ ഞെട്ടിച്ചിട്ടേ ഉള്ളൂ. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ സിനിമയിൽ ഒരെണ്ണം വിട്ടുപോയതല്ല, മനഃപൂർവ്വം ഞാൻ ഒളിപ്പിച്ചു വെച്ചതാണ്. പക്ഷേ മലയാള സിനിമയിൽ ആദ്യത്തെ 100 കോടി ക്ലബിലെത്തിയ സിനിമ പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമ. അതിൻ്റെയും ക്യാമറാമാൻ ഷാജിയാണ് അല്ലേ? അതും ഈ പറഞ്ഞ പോലെ ഒരുപാട് പ്രയാസങ്ങളൊക്കെ ആ ഷൂട്ടിങ്ങിന് ഉണ്ടായിരുന്ന ഒരു സമയമാണ്. അതും ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നില്ലേ ആ സിനിമയും? അതെ, അതും ഇതുപോലെ തന്നെ. അതിന് ഏറ്റവും ചലഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈഗർ ഷൂട്ടായിരുന്നു. ടൈഗർ അങ്ങനെ ഒരു പെർഫെക്റ്റായിട്ട് ലൈവ് ഷൂട്ട് ചെയ്യുന്ന, ഇത്രയും ദിവസങ്ങൾ ഷൂട്ട് ചെയ്ത ഷൂട്ടിങ് കുറവായിരിക്കും. നമ്മളൊരു റിസ്കി ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈസി അല്ല എന്ന് ഷൂട്ടിങ്ങിന് ഇറങ്ങുമ്പോൾ മനസ്സിലാവുകയും എഴുതുമ്പോൾ ഈസിയാണെന്ന് തോന്നിയിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ലൊക്കേഷൻ അല്ലെങ്കിൽ ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ട് ഫേസ് ചെയ്തൊരു കാര്യമാണ്. റിസ്ക്കും അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചില്ല, ഞാൻ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ ആദ്യ ദിവസം ഷൂട്ടിങ് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു പിള്ളേരൊന്നും കാണാൻ പറ്റുമെന്ന് വിചാരിക്കണ്ട, എന്ന് വെച്ചാൽ അത് ഏത് സമയം വേണമെങ്കിലും നമ്മൾ അറ്റാക്ക് ചെയ്യാം, നമുക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല ലൈഫിന്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഷൂട്ട് ചെയ്തേക്കണം. പിന്നെ നമ്മുടെ കൂടെ ഉള്ള ക്രൂവ് അതൊക്കെ എന്ന് വെച്ചാൽ ലിമിറ്റഡ് നമ്പേഴ്സ് ആണെങ്കിലും
എന്നാലും എല്ലാവരും ജീവനും വാല്യൂ ഉണ്ടല്ലോ, അതെ. എൻ്റെ മാത്രമല്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ മാത്രമല്ല എല്ലാവർക്കും കൂടി സംഭവിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മളതിന് ഇറങ്ങാണ് തയ്യാറെടുത്ത്. പിന്നെ നമ്മൾ തിരിച്ചാലോചിക്കുമ്പോൾ ഷൂട്ട് ചെയ്ത് വന്നിട്ടും നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, പോണതിന് മുമ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടെൻഷൻ ഉണ്ടായില്ല. കാര്യം വെച്ചാൽ നമ്മൾ ആ ടെൻഷനെ കുറിച്ച് ആലോചിച്ചില്ല. അതുകൊണ്ടാണ് ചെയ്ത് കഴിഞ്ഞ് വന്ന് വിചാരിച്ചു ഇത് എന്തുമാത്രം ഡേഞ്ചറാണ്, ഇതിനെങ്ങനെയാണ്, ഇതിനതിന് IQ ഭയങ്കര കുറവാണ്, ഇത് എങ്ങനെ നമ്മൾ മനസ്സിലാക്കും, ഇതൊന്നും അറിയില്ല. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആദ്യം തന്നെ പറയണ കഴിഞ്ഞ ആഴ്ച ഭക്ഷണം കൊടുത്ത ആളെയാണ് ഇത് കൊന്നത്, കഴുത്തിന് കടിച്ച് എന്നാണ് അതിൻ്റെ കൂടെയുള്ള ഒരാൾ പറഞ്ഞത്. അപ്പോൾ തന്നെ ടെൻഷനായി. അപ്പോൾ അതേപോലൊരു സിറ്റുവേഷനിലാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഓരോ ഏരിയയും ഇപ്പോൾ ഇവിടെ പൊയ്യൻകുട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് സെറ്റിട്ടായിരുന്ന അവിടെ ഒരു വാട്ടർഫാൾസ് ഉണ്ട്. ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ ഭീകര തന്നെയുള്ള സ്ഥലം. അവിടെയാണ് ലാൽ സാറിൻ്റെ ഒരു ഫൈറ്റ് എടുത്തേക്കണേ. അവിടേക്ക് എന്ന് വെച്ചാൽ നമ്മളൊന്ന് സ്ലിപ്പായാൽ താഴേക്ക് പോകുന്നത്. എന്തൊരു റിസ്ക് ആയിട്ടാണെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റാത്ത അത്രയ്ക്കും റിസ്ക് ഉണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞാൽ അത് ചെയ്യാൻ നമ്മളൊരു ധൈര്യത്തിന് പറയുന്നതാണ് ചെയ്യാം കുഴപ്പമില്ല എന്ന്. പക്ഷേ അതിനകത്ത് എന്തെങ്കിലും ഒരു സ്ലിപ്പോ ഒരു വീഴ്ച വന്നാൽ അതുണ്ടാവുന്ന ഒരു മേജർ ഇതാണ്. അതൊരിക്കലും നമുക്ക് അങ്ങനെ അത്തരം സിനിമകൾ സാറിന് നമ്മൾ ഓർക്കാതെയോ അല്ലെങ്കിൽ സാറ് ചെയ്തതിൻ്റെ അപ്പുറത്തേക്കോ ഒന്നും സംഭവിക്കും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതതിൻ്റെ മാക്സിമത്തിലാണ് നിൽക്കുന്നത്. ഒരിക്കലും അല്ലാതെ അതിൻ്റെ ഒരു ഓക്കെ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല, അതിൻ്റെ മാക്സിമത്തിൽ. സെറ്റിലാകുമ്പോൾ എല്ലാവരെയും കംഫർട്ട് ആക്കുന്ന ഒരു ഇതുണ്ട്, മാജിക് ഉണ്ട് അദ്ദേഹത്തിന്. എല്ലാവരെയും പേരെടുത്ത് വിളിക്കുക. ഒരു ലൊക്കേഷൻ കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ മിസ്സാവും നമുക്ക് ശരിക്കും. എപ്പോഴെങ്കിലും വിളിച്ചിട്ടുണ്ടോ ഷാജി എന്ന് പറഞ്ഞിട്ട് ഒരു വിളി? അല്ല, ഞാൻ അങ്ങനെ സാറിനെ എന്നല്ല ഓരോ ആർട്ടിസ്റ്റിനെയും നമ്മളങ്ങനെ പേഴ്സണലി അങ്ങോട്ട് അവരെ ശല്യം ചെയ്യാൻ. ഇപ്പം ഞാനൊരു ഫോൺ ചെയ്തു, അപ്പോൾ ലാൽ സാർ എടുത്തില്ല അല്ലെങ്കിൽ മമ്മൂക്ക എടുത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ പ്രയാസം തോന്നും ചിലപ്പോൾ. ഇപ്പോൾ ഇത്രയും കാര്യമായിട്ട് 40 ദിവസം അല്ലെങ്കിൽ 50 ദിവസം 100 ദിവസം ഒന്നിച്ചുണ്ടായിരുന്ന ആൾ നമ്മളൊരു ആഗ്രഹത്തിന് പുറത്ത് ഫോൺ ചെയ്യുമ്പോൾ അവരുടെ തിരക്കുകൊണ്ട് എടുത്തില്ല. അത് നമുക്കൊരു പ്രയാസം ഉണ്ടാക്കും ചിലപ്പോൾ, ചില സമയത്ത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പോകാറില്ല, വിളിക്കാറില്ല. വേറെ ഒന്നും അഹങ്കാരം കൊണ്ടല്ല, അവരെ ബുദ്ധിമുട്ടിക്കേണ്ടതാണ്. പക്ഷേ സാറ് പലപ്പോഴും വിളിക്കാറുണ്ട്, എൻ്റെ മക്കളുടെ കാര്യം ചോദിക്കാറുണ്ട്, അവരുടെ പേരുകളൊക്കെ അറിയാം. അപ്പോൾ അതൊക്കെ ഒരു പേഴ്സണൽ ഇതാണ്. സാറ് വിളിക്കുമ്പോൾ നമുക്ക് അത്രയും ഒരു ഇതായിട്ടാണ് വിളിച്ച് ചോദിക്കുന്നത്. സൂര്യൻ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ആര്യൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നത്. അത് നമ്മളോടുള്ള ഒരു സ്നേഹം തന്നെയാണത്. അത് എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഞാൻ അങ്ങോട്ട് വിളിക്കുന്നത് ഞാൻ പറഞ്ഞ അങ്ങനെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നല്ല, വിളിച്ചെടുത്തില്ലെങ്കിൽ അല്ല ടെൻഷൻ എന്നല്ല, എന്നാലും എടുത്തില്ലല്ലോ നമ്മളങ്ങനെ. എന്തിനാ അങ്ങനെ ഒരു മനസ്സിലൊരു പ്രയാസം? അവർക്ക് അവരുടേതായ ഒരുപാട് തിരക്കുകളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെന്നുള്ള ഇതിലറിയാതെ ഞാനൊരു ദിവസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസോസിയേറ്റ് ഡയറക്ടറെ വിളിച്ചാണ്. അദ്ദേഹത്തിൻ്റെ പേര് ലാലെന്നാണ്. ഞാൻ പെട്ടെന്ന് അവനെന്ന് പറഞ്ഞാൽ അവനെ വിളിക്കാൻ വേണ്ടി പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ ലാൽ സാറിൻ്റെ നമ്പറിലേക്ക് പോയി. അപ്പോൾ സാറ് എന്തോ ഒരു പരിപാടി കഴിഞ്ഞിട്ട് ബോംബെക്ക് എങ്ങാണ്ട് പോകാൻ വേണ്ടി എയർപോർട്ടിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുക ബസ്സിൽ. അപ്പോൾ സാറ് ചോദിച്ചു, എന്താ വിളിച്ച ഷാജി, പെട്ടെന്ന് പറയാം, ഞാൻ ഇപ്പോൾ ഫ്ലൈറ്റിൽ കയറും. അപ്പോൾ ഞാൻ ഒന്നുമില്ല സാർ, അത് അറിയാതെ ഒന്നും പറഞ്ഞില്ല. കാര്യം അല്ല സാർ, യാത്ര കഴിഞ്ഞ് തിരക്ക് കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞു. അല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ സാറിനെ ശരിക്കും വിളിച്ചതേ അല്ല. പക്ഷേ സാറ് എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ടെൻഷനായി പോയി. അപ്പോൾ അത്തരം കാര്യങ്ങളുണ്ട്. അല്ലാതെ നമ്മൾ മനഃപൂർവ്വം ലാൽ സാർ പിന്നെ ബർത്ത്ഡേ അങ്ങനെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമുക്കായാലും വിഷ് ചെയ്യാറുണ്ട്. വിഷ് ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് റിപ്ലൈ വരും, വിളിക്കാറില്ല. ചിലപ്പോൾ രാത്രി 10 മണിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ സാറ് വിളിച്ചിട്ടുണ്ടാവും, ഞാൻ തിരക്കായിരുന്നു എന്ന് പറഞ്ഞ് വിളിക്കും. ഇതൊക്കെ സ്വാഭാവികമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹങ്ങളാണ് അതൊക്കെ. ഷാജികുമാറിന് ആദ്യം പരിചയം എന്തായാലും വിപിൻ മോഹൻ്റെ എന്ന് പറയുന്ന മലയാള സിനിമയിലെ പേരെടുത്ത മറ്റൊരു സിനിമാറ്റോഗ്രാഫിസ്റ്റിൽ വെച്ചാണ്. അദ്ദേഹത്തിൻ്റെ സഹായിയായിട്ടായിരുന്നു തുടക്കം. അതെ, നമുക്കൊരു ശിഷ്യന് ഏറ്റവും വലിയ പ്രധാനം ഒരു നല്ല ഗുരുവിനെ കിട്ടുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ആ ഗുരുവിൻ്റെ അടുക്കിലേക്ക് എത്തുന്നത്? അല്ല, ഞാൻ ഇങ്ങനെ മോഹം എന്ന് പറഞ്ഞ് ഭയങ്കര ആഗ്രഹമായിട്ട് നടന്ന ഒരു ആളെന്ന് പറയാൻ പറ്റില്ല. ചെറിയ ചെറിയ ആഗ്രഹങ്ങളേ ഉള്ളൂ. അതിൻ്റെ കൂടെ എൻ്റെ ഒരു കസിൻ സിസ്റ്ററെ ഹസ്ബൻഡ് മത്സ്യഫെഡിലായിരുന്നു. അദ്ദേഹം വഴി ഗവിൻ സാറിന് അറിയാം. പുള്ളിയുടെ ഒരു PR ഉണ്ട്, ശാന്തമോഹൻ എന്ന് പറഞ്ഞു. ആ PR വഴി അളിയൻ ഇങ്ങനെ സാറിൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. പറഞ്ഞു എൻ്റെ കൂടെ 5-6 പേരുണ്ട്, അതുകൊണ്ട് ഏതെങ്കിലും അവസരം വരുമ്പോൾ തരാം എന്ന് പറഞ്ഞു.
അങ്ങനെ തന്നെ പാലിച്ചു. ഞാൻ ജോയിൻ ചെയ്തു. ഒരു അതിന് മുമ്പ് സിനിമാറ്റോഗ്രാഫി പഠിച്ചിരുന്നോ? ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് സിനിമാറ്റോഗ്രാഫറിനെ തോന്നുന്നത്? അല്ല, ഞാൻ അഴകപ്പ സാറിൻ്റെ കൂടെ അതിന് മുമ്പ് 2-3 പ്രാവശ്യം വർക്ക് ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ ചില ടെലിഫിലിം, പിന്നെ ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ ഒരു ക്യാമറമാൻ മരിച്ചുപോയില്ല, അവരുടെ സ്പൈഡറിനെ കുറിച്ച് പുള്ളി, അങ്ങനെയൊക്കെയുള്ള ഒരു ആഗ്രഹം. പുള്ളിയുടെ കൂടെ അന്ന് ചിക്കു എന്ന് പറഞ്ഞ ഒരു കസിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവനും ഞാനും വലിയ ഫ്രണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പോടാ, ഇങ്ങനെ പുള്ളിയുടെ മാമനാണിത് അഴകപ്പ സാറ്. അങ്ങനെ അഴകപ്പ സാറിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. നമ്മളിങ്ങനെ പല ചോദിക്കുമല്ലോ ആ സമയത്ത്, ആഗ്രഹം അതാണ്. സാറ് നല്ല രീതിയിലാണ് നമ്മുടെ അടുത്ത് ട്രീറ്റ് ചെയ്തിട്ടുള്ളൂ, പെരുമാറിയിട്ടുള്ളൂ. കഴിഞ്ഞ് സാറിൻ്റെ കൂടെ ജോയിൻ ചെയ്തു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സിനിമകൾ വരും, ബാക്കി ഇത്രയും ആൾക്കാരുള്ളതുകൊണ്ട് പിന്നെ അങ്ങനെ പതുക്കെ നമുക്കിങ്ങനെ എന്തോ ദൈവാധീനം കൊണ്ട് നമ്മളവിടെ പെർമനൻ്റ് ആവേ. പിന്നെ നമുക്ക് അവിടെ ഉള്ളൊരു ഫ്രീഡം, അല്ലെങ്കിൽ അവിടെ സാറ് നമുക്ക് തന്ന ഒരു കെയറിങ്, അല്ലെങ്കിൽ അങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് ആ ഗ്രൂപ്പിൽ നിന്ന് അങ്ങനെ പെട്ടെന്ന് എനിക്ക് ക്യാമറമാനായി പുറത്ത് വരാൻ പറ്റിയതെന്ന് പറഞ്ഞാൽ അത് ഒരു പട്ടാഭിഷേകം എന്ന് പറഞ്ഞ സിനിമയുടെ ഫങ്ഷനിൽ വെച്ചിട്ടാണ് എനിക്കിങ്ങനെ ഒരു സിനിമ, എനിക്കറിയില്ല, ഞാൻ മനസ്സുകൊണ്ട് പോലും വിചാരിച്ചിട്ടില്ലാത്ത സമയത്ത് ഒരു സിനിമ അനൗൺസ് ചെയ്യുന്നത്. അത് എൻ്റെ നാട്ടുകാരാണ് എൻ്റെ പ്രൊഡ്യൂസേഴ്സ്. അതിനെക്കുറിച്ച് പറയുമ്പോൾ അയ്യപ്പനും മേനോൻ എന്ന് പറഞ്ഞ 2 പേരാണ് ഈ സിനിമയുടെ, ഈ ഉത്തമൻ എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ അവരുടെ ഫ്രണ്ടാണ്, അവരുടെ കൂടെ പഠിച്ചത് തന്നെയാണ് ജയറാം. അപ്പോൾ നമ്മൾ വളരെ ചെറുതിലേ അറിയുന്ന ആൾക്കാരാണ് ഈ 3 പേരും. അങ്ങനെ പെട്ടെന്ന് അനിലേട്ടൻ്റെ അടുത്ത് എന്തോ പുള്ളി ചോദിച്ചു, എനിക്കറിയില്ല കേട്ടോ അതുവരെ. ഞങ്ങളൊരു കാര്യം ഇവിടെ അനൗൺസ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുമ്പോഴും നമുക്കറിയില്ല. ഞാൻ ഇങ്ങനെ അടുത്ത പടം, അനിൽബാബുവിൻ്റെ അടുത്ത പടം മേനോനും അയ്യപ്പനുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനൊരു പ്രത്യേകതയുണ്ട്, അതിൻ്റെ ക്യാമറ ചെയ്യുന്നത് പെരുമ്പോലുള്ള ഒരാൾ തന്നെയാണെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ പേര് പറയുന്നത്. അത് ജയറാം, കാരണം ജയറാം എന്നങ്ങനെ ഇനിഷ്യേറ്റീവ് എടുത്ത് പറഞ്ഞില്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു, ആ സമയത്ത് ഞാൻ സിനിമാറ്റോഗ്രാഫർ ആവില്ല. അതാ ഞാൻ പറയുന്നത്. പിന്നെ അതങ്ങനെ പറഞ്ഞുകൊണ്ടാവണമെന്നില്ല, അത് സമ്മതിക്കാനുള്ള ഡയറക്ടേഴ്സ് വേണ്ടേ. അപ്പോൾ അനിലേട്ടനും ബാബുച്ചേട്ടനും അത് കേട്ടപ്പോൾ തന്നെ ഓക്കെ, ഞാൻ കുറച്ച് പടങ്ങൾ അവരോട് അസിസ്റ്റൻ്റായിട്ട് ജെവിൻ സാറിനോട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എന്നെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മളുള്ളൊരു വിശ്വാസം അവർക്കുണ്ട്. അതുകൊണ്ട് അവർ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ സിനിമ നടക്കുന്നത്. അപ്പോൾ അതിന് കാരണക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മെയിൻ ആൾ ജയറാമോ, അത് ആ 2 പ്രൊഡ്യൂസേഴ്സ്. അതിൽ ഒരാളിപ്പോൾ ഇല്ല, അദ്ദേഹം മരിച്ചുപോയി, അയ്യപ്പൻ എന്ന് പറഞ്ഞു, മേനോനുണ്ട്. അങ്ങനെ ആ സിനിമ നടന്നു. പിന്നെ അവരുടെ അടുപ്പിച്ചൊരു 4 സിനിമകൾ കഴിഞ്ഞാൽ പിന്നെ പകൽപ്പൂരം, വാൾക്കണ്ണാടി, സൽപ്പേർ രാമകുട്ടി, അങ്ങനെ 4 സിനിമകൾ എനിക്ക് അവരൊപ്പം ചെയ്യാൻ പറ്റും. ഗുരുവിനെ കുറിച്ച് പറഞ്ഞില്ല, അത് അദ്ദേഹത്തിൻ്റെ ഒരു ശിക്ഷണവും എങ്ങനെ ഒരു നമ്മളെ മൗൾഡ് ചെയ്തെടുത്തു എന്നുള്ളതിൻ്റെ ഒരു കാരണങ്ങളുണ്ടാവും. അല്ല, അത് ഞാൻ പറഞ്ഞ അത്രയും ആൾക്കാരുള്ളത് കൊണ്ട് നമുക്കങ്ങനെ പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും എൻ്റെ അസിസ്റ്റൻ്റിൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് വന്ന് എന്തും പറയാം, അല്ലെങ്കിൽ എൻ്റെ ഇപ്പോൾ വർക്ക് ചെയ്ത് നോക്കണ എല്ലാവരോടും സംസാരിക്കാൻ പറ്റും. ആ സമയത്ത് ആ കാലഘട്ടത്തിൽ നമുക്ക് ഒരിക്കലും അവരോട് ഒരു ഓപ്പണായിട്ടൊരു അഭിപ്രായം നമുക്ക് പറയാൻ പറ്റില്ല. അത് പേടിയാണ് ശരിക്കും. സിനിമ എന്ന് പറഞ്ഞ സാധനം നമ്മൾ വളരെ ദൂരെ നിന്ന് കാണുകയും അടുത്ത് നമുക്ക് റീച്ചാവാൻ പറ്റാത്തൊരു സമയം. ഇപ്പം നമ്മൾ ഒന്നിച്ച് ട്രാവൽ ചെയ്യും, ഒന്നിച്ച് നമ്മൾ നടക്കും, ഇതെല്ലാം ചെയ്യും. ഇപ്പോൾ അന്ന് അതില്ല. ആ ഒരു സമയത്ത് സാറെന്ന് വെച്ചാൽ നമുക്ക് തന്ന സപ്പോർട്ടും നമ്മളിലുള്ളൊരു കോൺഫിഡൻസ് സാറന്ന് അപ്പോഴും പറയും, ഇവൻ നല്ലൊരു ക്യാമറമാൻ ആവും എന്ന് പറയും. എന്ന് വെച്ചാൽ എനിക്ക് പോലും തോന്നിയിട്ടില്ല ആ സമയത്ത്. ഞാൻ അങ്ങനെ ഇതിന്ന് മാറി സെപ്പറേറ്റ് വന്ന് ഇത്രയും സിനിമകൾ ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊരിക്കലും പ്രതീക്ഷിച്ച ആ സമയത്ത് സാറ് പല ഡയറക്ടേഴ്സിനോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ പറഞ്ഞിട്ട് ചെയ്യുന്നതല്ലല്ലോ. അപ്പോൾ സാറിന് എന്നോടുള്ള ഇഷ്ടം, അല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ടുള്ള ബഹുമാനം, അതുകൊണ്ട് സംഭവിക്കുന്നതാണ്. ആ ഒരു ബ്ലെസ്സിങ് കൊണ്ടാണ് നമുക്ക് അതൊരു ഇത് കിട്ടുന്നത്. അല്ലെങ്കിൽ നമുക്ക് എത്രയോ പേരെ നമ്മൾ കണ്ടു. അതെ, അത് മാത്രമല്ല അദ്ദേഹം ഒരു സിനിമ സംവിധാനം ചെയ്തപ്പോൾ അതിലെ ക്യാമറമാനായിട്ട് വിളിച്ചതും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു അല്ലേ? അതാണ് ഏറ്റവും വലിയ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറഞ്ഞത്. ഇത്രയും സിനിമ 100-ൽ കൂടുതൽ സിനിമ ചെയ്ത ഒരു ക്യാമറമാൻ സ്വന്തമായിട്ടൊരു പടം ഡയറക്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ 5-ാമത്തെ 6-ാമത്തെ വരുന്ന ഒരു ശിഷ്യനെ വെച്ചിട്ടാണ് ആ പടം ക്യാമറ ചെയ്യിക്കുന്നത്. അത് തന്നെ അതിൽ കൂടുതലൊരു അംഗീകാരം സാർ എനിക്കൊന്നും തരാനില്ല. അത്രയും വലുതാണ് ആ മനസ്സും അല്ലെങ്കിൽ ആ പ്രവൃത്തി. എപ്പോഴെങ്കിലും വർക്ക് കണ്ടിട്ടൊന്ന് വിളിച്ചിട്ടുണ്ടോ? പുലിമുരുകൻ കണ്ടിട്ട് സാറ് കണ്ടിട്ട് പറഞ്ഞു,
ഞാൻ പടം കണ്ടുവിട്ടറോ എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ഞാൻ സാറ് കണ്ടില്ലെങ്കിൽ ഇത് എന്തെങ്കിലും കാണുമല്ലോ, ഞാനങ്ങനെ എൻ്റെ വർക്ക് എങ്ങനെയുണ്ടെന്നൊരു മഹത്വവൽക്കരിച്ച് സാറിനോട് ചോദിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അവിടെ നിന്ന് പഠിച്ച ആളാണ്. ഞാനല്ലാണ്ട് ഒരുപാട് ആൾക്കാരോട് വർക്ക് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ഒരുപാട് പേരെ വർക്കുകൾ കാണാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇത് ഒരുപാട് മെത്തേഡുകൾ നമ്മൾ നോക്കാറുണ്ട്. അത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നതാണ്. അല്ല നമ്മൾ വേറെ ഒരു ഗുരുശിഷ്യ ബന്ധങ്ങൾ വലിയ കാര്യമായിട്ട് വേറെ ഇല്ല. സാറ് തന്നെയാണ് ഗുരു. അല്ലെ ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും സിനിമാറ്റോഗ്രാഫേഴ്സ് ഉണ്ടോ ഈ പറഞ്ഞ നേരത്തെ കാണുന്ന? എല്ലാവരെയും എന്ന് വെച്ചാൽ ആ സമയത്ത് വേണു സാറിൻ്റെ പടം അല്ലെങ്കിൽ കുമാർ സാറിൻ്റെ പടം ഇങ്ങനെ അവർ ചെയ്തേക്കുന്ന സിനിമകളെല്ലാം ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് വാച്ച് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോഴും നമ്മൾ ഓരോ സിനിമകൾ അങ്ങനെ നോക്കാറുണ്ട്. ഇപ്പോൾ ക്യാമറമാൻ വലുതാണോ ചെറുതാണോ എന്നല്ല, അവർ ചെയ്തേക്കുന്ന വർക്ക് എന്താണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി, അല്ലെങ്കിൽ എന്താണത്, അല്ലെങ്കിൽ അത് നമ്മൾ കണ്ടാൽ ഒരു പുതിയ ക്യാമറ വന്നാൽ അല്ലെങ്കിൽ ഒരു ലൈറ്റ് വന്നാൽ ഇതെല്ലാം നമ്മൾ ഇമ്മീഡിയറ്റ് പരീക്ഷിക്കും. കാര്യം എന്ന് വെച്ചാൽ നമ്മളതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണമല്ലോ അറ്റ്ലീസ്റ്റ്. അല്ലെങ്കിൽ അതെനിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ അറിയില്ലെങ്കിൽ ചോദിക്കാം. നമ്മളത് അറിയില്ല എന്ന് പറഞ്ഞാൽ ഒരു മോശമില്ല. അറിവില്ലായ്മ കൊണ്ടു നടക്കണതാണ് മോശം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.